ഇന്ന് ദിവസം 180. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ 2 രാജാക്കന്മാർ അധ്യായം 13-14. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായങ്ങൾ 7 മുതൽ 9 വരെ. സങ്കീർത്തനങ്ങൾ 124. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 13. യെഹോവഹാസ് ഇസ്രായേൽ രാജാവ്. യൂദാ രാജാവായ അഹസ്യായുടെ പുത്രൻ യോവാഷിൻ്റെ 23-ാം ഭരണവർഷം യേഹൂവിൻ്റെ മകൻ യെഹോവഹാസ് സമരിയായിൽ ഇസ്രായേലിൻ്റെ ഭരണമേറ്റു. അവൻ 17 വർഷം ഭരിച്ചു. അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയും നെബാത്തിൻ്റെ പുത്രൻ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ ചരിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ സിറിയ രാജാവായ ഹസായേലിൻ്റെയും പുത്രൻ ബെൻഹദാദിൻ്റെയും കൈകളിൽ തുടർച്ചയായി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ യെഹോവഹാസ് കർത്താവിനോട് യാചിച്ചു. അവിടുന്ന് കരുണ കാണിച്ചു. സിറിയ രാജാവ് ഇസ്രായേലിനെ ദ്രോഹിച്ചത് അവിടുന്ന് കണ്ടു. കർത്താവ് ഇസ്രായേലിന് രക്ഷകനെ നൽകി. അവർ സിറിയാക്കാരുടെ കയ്യിൽ നിന്ന് മോചനം നേടി. ഇസ്രായേൽ ജനം മുൻപിലത്തെ പോലെ സ്വഭവനങ്ങളിൽ വസിച്ചു. എങ്കിലും ഇസ്രായേൽ ജെറോബോവാം തങ്ങളെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് പിന്മാറാതെ അവയിൽ മുഴുകി. സമരിയായിൽ അശേര പ്രതിഷ്ഠയിൽ നിലനിന്നു. സിറിയ രാജാവ് നശിപ്പിച്ച് മെതിക്കളത്തിൽ ധൂളി പോലെ ആക്കിയതിനാൽ യെഹോവഹാസിൻ്റെ സൈന്യത്തിൽ 50-ലേറെ അശ്വഭടന്മാരോ 10-ലധികം രഥങ്ങളോ 10,000-ത്തിന് മേൽ കാലാൾപ്പടയോ അവശേഷിച്ചില്ല. യഹോവഹാസിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളും അവൻ്റെ ശക്തിപ്രഭാവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യഹോവഹാസ് പിതാക്കന്മാരോട് ചേർന്നു സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു. അവൻ്റെ പുത്രൻ യഹോവഹാഷ് രാജാവായി. യഹോവാഷ് രാജാവ് ഇസ്രായേൽ രാജാവ്. യൂദാ രാജാവായ യോവാഷിൻ്റെ 37-ാം ഭരണവർഷം യഹോവഹാസിൻ്റെ മകൻ യഹോവാഷ് സമരിയായിൽ ഇസ്രായേലിൻ്റെ രാജാവായി. അവൻ 16 കൊല്ലം ഭരിച്ചു. അവനും കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിൻ്റെ പുത്രൻ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ അവൻ ചരിച്ചു. യഹോവഹാഷിൻ്റെ പ്രവർത്തനങ്ങളും യൂദാ രാജാവായ അമസിയായോട് ചെയ്ത യുദ്ധത്തിൽ പ്രകടിപ്പിച്ച ശക്തിപ്രഭാവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യഹോവാഷ് പിതാക്കന്മാരോട് ചേർന്നു. ജെറോബോവാം സിംഹാസനാരൂഢനായി. യഹോവാഷ് സമരിയായിൽ ഇസ്രായേൽ രാജാക്കന്മാരോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. ഏലീഷായുടെ മരണം. ഏലീഷ രോഗഗ്രസ്തനായി മരണത്തോടടുത്തു. ഇസ്രായേൽ രാജാവായ യഹോവഹാഷ് അവൻ്റെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ രഥങ്ങളും സാരഥികളും. ഏലീഷ പറഞ്ഞു, അമ്പും വില്ലും എടുക്കുക. അവനെടുത്തു. ഏലീഷ തുടർന്നു, വില്ല് കുലക്കുക. അവൻ വില്ല് കുലിച്ചു. രാജാവിൻ്റെ കൈകളിൽ മേൽ കൈകൾ വെച്ചുകൊണ്ട് ഏലീഷ പറഞ്ഞു, കിഴക്കോട്ടുള്ള കിളിവാതിൽ തുറക്കുക. അവൻ തുറന്നു. ഏലീഷ പറഞ്ഞു, എയ്യുക. അവൻ എയ്തു. അപ്പോൾ ഏലീഷ പറഞ്ഞു, കർത്താവിൻ്റെ വിജയാസ്ത്രം, സിറിയയ്ക്കെതിരായുള്ള വിജയാസ്ത്രം. അഫേക്കിൽ വെച്ച് സിറിയയുമായി യുദ്ധം ചെയ്ത് നീ അവരെ നശിപ്പിക്കും. അവൻ തുടർന്നു, അമ്പുകൾ എടുക്കുക. അവനെടുത്തു. അവൻ രാജാവിനോട് പറഞ്ഞു, അമ്പുകൾ നിലത്തടിക്കുക. അവൻ 3 പ്രാവശ്യം അടിച്ചു നിർത്തി. ദേവപുരുഷൻ കുപിതനായി പറഞ്ഞു, നീ 5-6 പ്രാവശ്യം അടിക്കേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സിറിയയെ നീ നിശേഷം നശിപ്പിക്കുമായിരുന്നു. ഇനി 3 പ്രാവശ്യമേ നീ സിറിയയെ തോൽപ്പിക്കുകയുള്ളൂ. ഏലീഷ മരിച്ചു. അവർ അവനെ സംസ്കരിച്ചു. വസന്തകാലത്ത് മോവാബ്യർ കൂട്ടമായി വന്ന് ദേശം ആക്രമിച്ചു. ഒരുവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ അക്രമി സംഘത്തെ കണ്ട് അവർ ജഡം ഏലീഷയുടെ കല്ലറയിലേക്ക് എറിഞ്ഞു. ഏലീഷയുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റു നിന്നു. യഹോവഹാസിൻ്റെ കാലം മുഴുവൻ സിറിയ രാജാവായ ഹസായേൽ ഇസ്രായേലിനെ പീഡിപ്പിച്ചു. അബ്രഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി അനുസരിച്ച് കർത്താവ് ഇസ്രായേലിനെ കരുണയോടെ കടാക്ഷിച്ചു. അവരെ നശിപ്പിച്ചില്ല. അവിടുത്തെ മുൻപിൽ നിന്ന് അവരെ ഇന്നോളം തള്ളിക്കളഞ്ഞിട്ടുമില്ല. സിറിയ രാജാവായ ഹസായേൽ മരിച്ചപ്പോൾ പുത്രൻ ബെൻഹദാദ് രാജാവായി. തൻ്റെ പിതാവിൽ നിന്ന് ഹസായേലിൻ്റെ പുത്രനായ ബെൻഹദാദ് യുദ്ധത്തിൽ പിടിച്ചെടുത്ത നഗരങ്ങൾ യഹോവഹാസിൻ്റെ മകൻ യഹോവാഷ് വീണ്ടെടുത്തു. യഹോവാഷ് 3 പ്രാവശ്യം ബെൻഹദാദിനെ തോൽപ്പിച്ച് ഇസ്രായേൽ നഗരങ്ങൾ വീണ്ടെടുത്തു. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 14. അമസിയ യൂദാ രാജാവ്. ഇസ്രായേൽ രാജാവായ യഹോവഹാസിൻ്റെ പുത്രൻ യഹോവാഷിൻ്റെ ഭരണവർഷം യൂദാ രാജാവായ യോവാഷിൻ്റെ പുത്രൻ അമസിയ ഭരണമേറ്റു. അപ്പോൾ അവന് 25 വയസ്സുണ്ടായിരുന്നു. അവൻ ജെറുസലേമിൽ 29 വർഷം ഭരിച്ചു.
ജെറുസലേമിലെ യഹോവദ്ദീൻ ആയിരുന്നു അവൻ്റെ അമ്മ. അവൻ കർത്താവിൻ്റെ മുൻപിൽ നന്മ ചെയ്തെങ്കിലും പിതാവായ ദാവീദിനെ പോലെ ആയിരുന്നില്ല. അവൻ പിതാവായ യോവാഷിൻ്റെ പ്രവൃത്തികൾ പിന്തുടർന്നു, പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവയിൽ ബലികളും ധൂപാർച്ചനയും തുടർന്നു. രാജാധികാരം ഉറച്ചയുടനെ അവൻ തൻ്റെ പിതാവിനെ നിഗ്രഹിച്ച ഭൃത്യന്മാരെ വധിച്ചു. എന്നാൽ അവൻ അഗാധകരുടെ മക്കളെ കൊന്നില്ല. മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരുന്നതനുസരിച്ചാണ് ഇത്. അതിൽ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, മക്കളുടെ തെറ്റിന് പിതാക്കന്മാരെയോ പിതാക്കന്മാരുടെ തെറ്റിന് മക്കളോ വധിക്കപ്പെടരുത്. വധിക്കപ്പെടുന്നത് ഓരോരുത്തരുടെയും പാപത്തിന് ശിക്ഷയായിട്ടായിരിക്കണം. അവൻ 10,000 ഏദോമ്യരെ ഉപ്പുതാഴ്വരയിൽ വെച്ച് കൊല്ലുകയും മിന്നലാക്രമണത്തിലൂടെ സേല പിടിച്ചടക്കുകയും ചെയ്തു. അതെന്നും യോക്തേൽ എന്നറിയപ്പെടുന്നു. അനന്തരം അമസിയ യേഹുവിൻ്റെ പൗത്രനും യഹോവഹാസിൻ്റെ പുത്രനും ഇസ്രായേൽ രാജാവുമായ യഹോവാഷിനെ കൂടിക്കാഴ്ചയ്ക്ക് ദൂതന്മാരെ അയച്ച് ക്ഷണിച്ചു. ഇസ്രായേൽ രാജാവായ യഹോവാഷ് യൂദാ രാജാവായ അമസിയായിക്ക് ഈ സന്ദേശം അയച്ചു. ലെബനോനിലെ ഒരു മുൾച്ചെടി ലെബനോനിലെ കാരകിലിനോട് ഇങ്ങനെ പറഞ്ഞയച്ചു, നിന്റെ പുത്രിയെ എൻ്റെ പുത്രന് ഭാര്യയായി നൽകുക. ലെബനോനിലെ ഒരു വന്യമൃഗം ആ വഴി വന്ന് മുൾച്ചെടിയെ ചവിട്ടിത്തേച്ച് കളഞ്ഞു. നീ ഏദോമിനെ തകർത്തു, അതിൽ നീ അഹങ്കരിക്കുന്നു. കിട്ടിയ പ്രശസ്തിയും കൊണ്ട് അടങ്ങിക്കഴിയുക. നിനക്കും യൂദായ്ക്കും എന്തിനു നാശം വിളിച്ചു വരുത്തുന്നു? എന്നാൽ അമസിയ കൂട്ടാക്കിയില്ല. അതിനാൽ ഇസ്രായേൽ രാജാവായ യഹോവാഷ് യുദ്ധത്തിന് പുറപ്പെട്ടു. യൂദായിലെ ബേത്ത്ഷേമിൽ വെച്ച് അവർ ഏറ്റുമുട്ടി. യൂദാ തോറ്റോടി. ഇസ്രായേൽ രാജാവായ യഹോവാഷ് ബേത്ത്ഷേമിൽ വെച്ച് അമഹസിയായുടെ പൗത്രനും യോവാഷിൻ്റെ പുത്രനും യൂദാ രാജാവുമായ അമസിയായെ ബന്ധിച്ച് ജെറുസലേമിൽ കൊണ്ടുവന്നു. ജെറുസലേം മതിൽ എഫ്രായിം കവാടം മുതൽ കോൺ കവാടം വരെ 400 മുഴം ഇടിച്ചു തകർത്തു. അവൻ ദേവാലയത്തിലെയും രാജഭണ്ഡാരത്തിലെയും സ്വർണവും വെള്ളിയും പാത്രങ്ങളും കൊള്ളയടിച്ചു. തടവുകാരെയും സമരിയായിലേക്ക് കൊണ്ടുപോയി. യഹോവാഷിൻ്റെ മറ്റു പ്രവർത്തനങ്ങളും ശക്തിപ്രഭാവവും യൂദാ രാജാവായ അമസിയായോട് ചെയ്ത യുദ്ധവും ഇസ്രായേൽ രാജാക്കളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യഹോവാഷ് പിതാക്കന്മാരോട് ചേർന്നു ഇസ്രായേൽ രാജാക്കന്മാരോടൊപ്പം സമറിയായിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ ജെറോബോവാം ഭരണമേറ്റു. യൂദാ രാജാവായ യോവാഷിൻ്റെ പുത്രൻ അമസിയ ഇസ്രായേൽ രാജാവായ യഹോവഹാസിൻ്റെ പുത്രൻ യഹോവാഷിൻ്റെ മരണത്തിനു ശേഷം 15 കൊല്ലം ജീവിച്ചു. അമാസിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ജെറുസലേമിൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നതറിഞ്ഞ് അവൻ ലാക്കീഷിലേക്ക് പലായനം ചെയ്തു. അവർ അവനെ അനുധാവനം ചെയ്ത് ലാക്കീഷിൽ വെച്ച് വധിച്ചു. അവർ അവനെ കുതിരപ്പുറത്ത് കൊണ്ടുവന്ന് ദാവീദിൻ്റെ നഗരമായ ജെറുസലേമിൽ പിതാക്കന്മാരോടൊപ്പം സംസ്കരിച്ചു. അനന്തരം യൂദാ നിവാസികൾ 16 വയസ്സുള്ള അസറിയ രാജകുമാരനെ പിതാവായ അമസിയയുടെ സ്ഥാനത്ത് അവരോധിച്ചു. പിതാവിൻ്റെ മരണത്തിനു ശേഷം അസറിയ ഏലാത്ത് വീണ്ടെടുത്ത് പുതുക്കിപ്പണിതു. ജെറോബോവാം രണ്ടാമൻ ഇസ്രായേൽ രാജാവ്. യൂദാ രാജാവായ യോവാഷിൻ്റെ പുത്രൻ അമസിയയുടെ 15-ാം ഭരണവർഷം ഇസ്രായേൽ രാജാവായ യഹോവാഷിൻ്റെ പുത്രൻ ജെറോബോവാം സമരിയായിൽ ഭരണം തുടങ്ങി. അവൻ 41 വർഷം ഭരിച്ചു. അവൻ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിൻ്റെ പുത്രനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിപ്പിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല. അവൻ ഇസ്രായേലിൻ്റെ അതിർത്തി ഹമാത്ത് കവാടം മുതൽ അരാബ കടൽ വരെ പുനഃസ്ഥാപിച്ചു. അത് അമിത്തായിയുടെ പുത്രനും ഗത്ത്ഫേറിൽ നിന്നുള്ള പ്രവാചകനും കർത്താവിൻ്റെ ദാസനുമായ യോന വഴി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്തതനുസരിച്ചാകുന്നു. ഇസ്രായേലിൻ്റെ ദുരിതം കഠിനമാണെന്ന് കർത്താവ് കണ്ടു. സ്വതന്ത്രനോ അടിമയോ ആയി ആരും അവശേഷിച്ചില്ല. ഇസ്രായേലിനെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. ഇസ്രായേലിൻ്റെ നാമം ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുമെന്ന് കർത്താവ് പറഞ്ഞിരുന്നില്ല. അതിനാൽ അവിടുന്ന് യോവാഷിൻ്റെ പുത്രനായ ജെറോബോവാമിൻ്റെ കരങ്ങളിൽ ഇസ്രായേലിനെ രക്ഷിച്ചു. ജെറോബോവാമിൻ്റെ മറ്റു പ്രവർത്തനങ്ങളും ശക്തിപ്രഭാവവും യുദ്ധങ്ങളും ദമാസ്കസിനെയും ഹമാത്തിനെയും യൂദായുടെ അധീനയിൽ നിന്ന് വീണ്ടെടുത്ത് ഇസ്രായേലിനോട് ചേർത്തതും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ജെറോബോവാം ഇസ്രായേൽ രാജാക്കന്മാരായ തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു. പുത്രൻ സക്രിയ ഭരണമേറ്റു. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 7. ദർശനങ്ങൾ.
ദൈവമായ കർത്താവ് എനിക്കൊരു ദർശനം നൽകി. രാജവിഹിതമായ പുല്ല് അരിഞ്ഞതിനു ശേഷം അത് വീണ്ടും മുളച്ചു തുടങ്ങിയപ്പോൾ അവിടുന്ന് ഇതാ വെട്ടുകിളിപ്പറ്റത്തെ സൃഷ്ടിക്കുന്നു. അവ നാട്ടിലുള്ള പുല്ലെല്ലാം തിന്നൊടുക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവെ, മാപ്പ് നൽകുക, ഞാൻ യാചിക്കുന്നു. യാക്കോബിന് എങ്ങനെ നിലനിൽക്കാനാകും? അവൻ തീരെ ചെറിയവനല്ലേ. കർത്താവ് അതിനെക്കുറിച്ച് അനുതപിച്ചു. ഒരിക്കലും അത് സംഭവിക്കുകയില്ലെന്ന് അവിടുന്ന് അരുളി ചെയ്തു. ദൈവമായ കർത്താവ് എനിക്കൊരു ദർശനം നൽകി. ഇതാ അവിടുന്ന് അഗ്നി അയച്ച് ശിക്ഷിക്കാനൊരുങ്ങുന്നു. അഗ്നി അഗാധങ്ങളെ വിഴുങ്ങിയിട്ട് ഭൂമിയെ ദഹിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവെ, മതിയാക്കുക, ഞാൻ യാചിക്കുന്നു. യാക്കോബ് എങ്ങനെ നിലനിൽക്കും? അവൻ തീരെ ചെറിയവനല്ലേ. കർത്താവ് അതിനെക്കുറിച്ച് അനുതപിച്ച്, ഒരിക്കലും അത് സംഭവിക്കുകയില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്തു. അവിടുന്ന് എനിക്ക് മറ്റൊരു ദർശനം നൽകി. ഇതാ തൂക്കുകട്ടയുടെ സഹായത്തോടെ പണിതുയർത്തിയ ഒരു മതിലിനോട് ചേർന്ന് കർത്താവ് കയ്യിലൊരു തൂക്കുകട്ടയുമായി നിൽക്കുന്നു. അവിടുന്ന് ചോദിച്ചു, ആമോസ്, നീ എന്ത് കാണുന്നു? ഒരു തൂക്കുകട്ട എന്ന് ഞാൻ പറഞ്ഞു. കർത്താവ് തുടർന്നു, കണ്ടാലും എൻ്റെ ജനമായ ഇസ്രായേലിന് മധ്യേ ഞാനൊരു തൂക്കുകട്ട പിടിക്കും. ഇനിമേൽ ഞാൻ അവരെ വെറുതെ വിടുകയില്ല. ഞാൻ ഇസഹാക്കിൻ്റെ പൂജാഗിരികൾ നിർജ്ജനവും ഇസ്രായേലിലെ ആരാധനാകേന്ദ്രങ്ങൾ ശൂന്യവുമാക്കും. ജെറോബോവാമിൻ്റെ ഭവനത്തിനെതിരെ ഞാൻ വാളുമായി വരും. ആമോസിന് ബഥേലിൽ മുടക്ക്. അപ്പോൾ ബഥേലിലെ പുരോഹിതനായ അമാസിയ ഇസ്രായേൽ രാജാവായ ജെറോബോവാമിൻ്റെ അടുത്ത് ആളയച്ച് പറഞ്ഞു, ആമോസ് നിനക്കെതിരെ ഇസ്രായേൽ ഭവനത്തിൻ്റെ മധ്യേ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു. അവൻ്റെ വാക്കുകൾ പൊറുക്കാൻ നാടിന് കഴിയുന്നില്ല. കാരണം ജെറോബോവാം വാളിനിരയാകും. ഇസ്രായേൽ സ്വന്തം നാട്ടിൽ നിന്ന് പ്രവാസത്തിലേക്ക് പോകുമെന്ന് ആമോസ് പറയുന്നു. അമാസിയ ആമോസിനോട് പറഞ്ഞു, ദീർഘദർശി, യൂദ നാട്ടിലേക്ക് ഓടുക. അവിടെ പ്രവചിച്ച് അഹർവൃത്തി കഴിച്ചുകൊള്ളുക. ഇനിമേൽ ബഥേലിൽ പ്രവചിക്കരുത്. ഇത് രാജാവിൻ്റെ ശ്രീകോവിലും രാജ്യത്തിൻ്റെ ക്ഷേത്രവുമാണ്. ആമോസ് മറുപടി പറഞ്ഞു, ഞാനൊരു പ്രവാചകനല്ല, പ്രവാചകപുത്രനുമല്ല, ഞാൻ ആട്ടിടയനാണ്. സിക്കമോർ മരം വെട്ടിയൊരുക്കുകയായിരുന്നു എൻ്റെ ജോലി. ആടുമേയിച്ചു നടന്ന എന്നെ വിളിച്ച് കർത്താവ് അരുളി ചെയ്തു, എൻ്റെ ജനമായ ഇസ്രായേലിൽ ചെന്ന് പ്രവചിക്കുക. അതിനാൽ ഇപ്പോൾ കർത്താവിൻ്റെ വാക്ക് കേൾക്കുക. ഇസ്രായേലിനെതിരെ പ്രവചിക്കരുതെന്നും ഇസഹാക്കിൻ്റെ ഭവനത്തിനെതിരെ പ്രസംഗിക്കരുതെന്നും നീ പറയുന്നു. അതിനാൽ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭാര്യ നഗരത്തിൽ വേശ്യയായിത്തീരും. നിന്റെ പുത്രന്മാരും പുത്രികളും വാളിനിരയാകും. നിന്റെ ഭൂമി അളന്നു പങ്കിടും. അശുദ്ധദേശത്ത് കിടന്ന് നീ മരിക്കും. ഇസ്രായേൽ തീർച്ചയായും സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകും. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 8. ഇസ്രായേലിൻ്റെ നാശം. ദൈവമായ കർത്താവ് എനിക്കൊരു ദർശനം നൽകി. ഇതാ ഒരു കുട്ട നിറയെ ഗ്രീഷ്മഫലങ്ങൾ. അവിടുന്ന് എന്നോട് ചോദിച്ചു, ആമോസേ, നീ എന്ത് കാണുന്നു? ഒരു കുട്ട ഗ്രീഷ്മഫലങ്ങൾ. ഞാൻ മറുപടി പറഞ്ഞു, കർത്താവ് അരുളി ചെയ്തു, എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ അവസാനം വന്നു കഴിഞ്ഞു. ഇനിമേൽ ഞാൻ അവരെ വെറുതെ വിടുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, കൊട്ടാരത്തിൽ നിന്നുയരുന്ന ഗാനങ്ങൾ അന്ന് വിലാപങ്ങളായി പരിണമിക്കും. മൃതദേഹങ്ങൾ അനവധിയായിരിക്കും. എല്ലായിടത്തും അവ ചിതറിക്കിടക്കും. എവിടെയും മൂകത. ദരിദ്രരെ ചവിട്ടിമെതിക്കുകയും പാവപ്പെട്ടവരെ നശിപ്പിക്കുകയും ചെയ്യുന്നവരെ കേൾക്കുവിൻ. ധാന്യങ്ങൾ വിറ്റഴിക്കേണ്ടതിന് അമാവാസി കഴിയുന്നതെപ്പോൾ? ഗോതമ്പ് വിൽക്കേണ്ടതിനും ഏഫ ചെറുതാക്കുന്നതിനും ഷെക്കൽ വലുതാക്കുന്നതിനും കള്ളത്തുലാസുകൊണ്ട് കച്ചവടം ചെയ്യുന്നതിനും ദരിദ്രരെ വെള്ളിക്കും നിരാലംബരെ ഒരു ജോഡി ചെരുപ്പിനും വിലയ്ക്ക് വാങ്ങേണ്ടതിനും പതിര് വിറ്റഴിക്കേണ്ടതിനും സാപത്ത് കഴിയുന്നതെപ്പോൾ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. യാക്കോബിൻ്റെ അഭിമാനമാണേ, കർത്താവ് ശപഥം ചെയ്യുന്നു, അവരുടെ പ്രവൃത്തികൾ ഞാൻ ഒരു നാളും മറക്കുകയില്ല. ഇത് നിമിത്തം ഭൂമി ഇളകിമറിയുകയും ഭൂവാസികൾ വിലപിക്കുകയും ചെയ്യുകയില്ലേ? ദേശം മുഴുവൻ നയൽ പോലെ പതഞ്ഞു പൊങ്ങും. ഈജിപ്തിലെ നയൽ പോലെ ഇളകിമറിയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് മധ്യാഹ്നത്തിൽ സൂര്യൻ അസ്തമിക്കും. നട്ടുച്ചയ്ക്ക് ഞാൻ ഭൂമിയെ അന്ധകാരത്തിലാഴ്ത്തും. നിങ്ങളുടെ ഉത്സവദിനം മരണദിനമായും ഗാനങ്ങൾ വിലാപമായും ഞാൻ മാറ്റും. സകലരെയും ഞാൻ ചാക്കുടിപ്പിക്കും. എല്ലാ ശിരസും കഷണ്ടിയാക്കും. അത് ഏകജാതനെ കുറിച്ചുള്ള വിലാപം പോലെയാകും. ആ ദിനം അവസാനം വരെ തിക്തമായിരിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്ന നാളുകൾ വരുന്നു. ഭക്ഷണക്ഷാമമോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല, കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. അന്ന് അവർ കടൽ മുതൽ കടൽ വരെയും വടക്കു മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും. കർത്താവിൻ്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല.
അന്ന് സുന്ദരികളായ കന്യകമാരും യുവാക്കളും ദാഹം കൊണ്ട് മൂർജിച്ചു വീഴും. ദാനിൻ്റെ ദൈവമാണ്, ബേർഷേബയുടെ മാർഗമാണ് എന്ന് പറഞ്ഞ് സമരിയായിലെ അഷിമ ദേവതയുടെ പേരിൽ സത്യം ചെയ്യുന്നവർ നിലപതിക്കും. അവർ ഒരിക്കലും എഴുന്നേൽക്കുകയില്ല. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 9. ബലിപീഠത്തിനരികെ കർത്താവ് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവിടുന്ന് അരുൾ ചെയ്തു, പൂമുഖം കുലുകുമാറ് പോതികയെ ഊക്കോടെ അടിക്കുക. എല്ലാവരുടെയും തലയിൽ അത് തകർന്നു വീഴട്ടെ. അവശേഷിക്കുന്നവരെ ഞാൻ വാളിനിരയാക്കും. ഒരുവനും ഓടി ഒളിക്കുകയില്ല, ഒരുവനും രക്ഷപ്പെടുകയില്ല. അവർ പാതാളത്തിലേക്ക് തുരന്നിറങ്ങിയാലും ഞാൻ അവരെ പിടിക്കും. ആകാശത്തിലേക്ക് അവർ കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ വലിച്ചു താഴെ ഇറക്കും. കാർമൽ ശൃംഗത്തിൽ ഒളിച്ചാലും അവിടെ നിന്ന് ഞാൻ അവരെ തിരഞ്ഞു പിടിക്കും. എൻ്റെ കണ്ണിൽ പെടാത്ത വിധം ആഴിയുടെ അഗാധത്തിൽ അവർ ഒളിച്ചിരുന്നാലും സർപ്പത്തിന് ഞാൻ കൽപ്പന കൊടുക്കും, അതവരെ ദംശിക്കും. ശത്രുക്കൾ അവരെ പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയാലും ഖഡ്ഗങ്ങളോട് ഞാൻ ആജ്ഞാപിക്കും, അതവരെ വധിക്കും. അവരുടെ മേൽ ഞാൻ ദൃഷ്ടി പതിക്കും, നന്മയ്ക്കല്ല തിന്മയ്ക്ക്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ഭൂമിയെ സ്പർശിക്കുമ്പോൾ അത് ഉരുകിപ്പോകുന്നു. അതിലെ നിവാസികൾ ആർത്തരായി കേഴുന്നു. അത് മുഴുവൻ നൈൽ പോലെ, അതെ, ഈജിപ്തിലെ നൈൽ പോലെ പതഞ്ഞു പൊങ്ങുകയും താഴുകയും ചെയ്യും. ആകാശങ്ങളിൽ തൻ്റെ ഉന്നത മന്ദിരം തീർക്കുകയും ഭൂമിയുടെ മേൽ കമാനം നിർമ്മിക്കുകയും കടൽ ജലത്തെ വിളിച്ച് ഭൂതലത്തിൽ വർഷിക്കുകയും ചെയ്യുന്ന അവിടുത്തെ നാമം കർത്താവെന്നാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ജനമേ, നിങ്ങൾ എനിക്ക് എത്യോപ്യക്കാരെ പോലെ അല്ലയോ? ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്നും ഫിലിസ്ത്യരെ കഫ്തോറിൽ നിന്നും സിറിയക്കാരെ കീറിൽ നിന്നും കൊണ്ടുവന്നത് ഞാനല്ലയോ? ഇതാ പാപമംഗലമായ രാജ്യത്തിൻ്റെ മേൽ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. ഭൂമുഖത്തു നിന്ന് ഞാൻ അതിനെ നശിപ്പിക്കും, എന്നാൽ യാക്കോബിൻ്റെ ഭവനത്തെ പൂർണ്ണമായി നശിപ്പിക്കുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. ജനതകൾക്കിടയിൽ ഇസ്രായേൽ ഭവനത്തെ ഞാൻ അടിച്ചു ചിതറിക്കും. അരിപ്പ കൊണ്ടെന്ന പോലെ അവരെ ഞാൻ അരിക്കും. ഒരു മണൽത്തരി പോലെ താഴെ വീഴുകയില്ല. എൻ്റെ ജനത്തിനിടയിലുള്ള പാപികൾ മുഴുവൻ വാളാൽ നിഹനിക്കപ്പെടും. തിന്മ ഞങ്ങളെ കീഴടക്കുകയോ എതിർക്കുക പോലുമോ ചെയ്യുകയില്ലെന്ന് അവർ പറഞ്ഞു. ഇസ്രായേലിൻ്റെ പ്രതീക്ഷ. അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും. കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയ കാലത്തെന്ന പോലെ പണിതുയർത്തും. അപ്പോൾ ഏദോമിൽ അവശേഷിക്കുന്നവരെയും എൻ്റെ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ജനതകളെയും അവർ കൈവശമാക്കും. ഇത് ചെയ്യുന്ന കർത്താവാണ് അരുളി ചെയ്യുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിനങ്ങൾ ആസന്നമായി. അന്ന് ഉഴവുകാരൻ കൊയ്ത്തുകാരനെയും മുന്തിരി മെതിക്കുന്നവൻ വിതക്കാരനെയും പിന്നിലാക്കും. പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും, മലകളിൽ അത് കവിഞ്ഞൊഴുകും. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിച്ച് അവർ അതിൽ വസിക്കും. മുന്തിരിത്തോപ്പുകൾ നട്ടുപിടിപ്പിച്ച് അവർ വീഞ്ഞു കുടിക്കും. അവർ തോട്ടങ്ങളുണ്ടാക്കി ഫലം ആസ്വദിക്കും. അവർക്ക് നൽകിയ ദേശത്ത് ഞാൻ അവരെ നട്ടുവളർത്തും. ആരും അവരെ പിഴുതെറിയുകയില്ല. ദൈവമായ കർത്താവാണ് അരുളി ചെയ്യുന്നത്. സങ്കീർത്തനങ്ങൾ 124. കർത്താവിൻ്റെ നാമം നമ്മുടെ രക്ഷ. ഇസ്രായേൽ പറയട്ടെ, കർത്താവ് നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, ജനങ്ങൾ നമുക്കെതിരെ ഉയർന്നപ്പോൾ കർത്താവ് നമ്മോടുകൂടെ ഇല്ലായിരുന്നെങ്കിൽ, അവരുടെ കോപം നമുക്കെതിരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. ജലപ്രവാഹം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു. മലവെള്ളം നമ്മെ മൂടിക്കളയുമായിരുന്നു. ആർത്തിരമ്പുന്ന പ്രവാഹം നമ്മുടെ മേൽ കവിഞ്ഞൊഴുകുമായിരുന്നു. നമ്മെ അവരുടെ പല്ലിന് ഇരയാക്കി കൊടുക്കാതിരുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. വേടൻ്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മൾ രക്ഷപ്പെട്ടു. കെണി തകർന്ന് നാം രക്ഷപ്പെട്ടു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം.